ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളെ അറിയിക്കേണ്ട എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. +2 പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ആ ഒരു +2 മാർക്ക് ലിസ്റ്റും കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് കയറി ചെല്ലുന്നു എന്നതാണ് സത്യത്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. പല അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ടായിരിക്കും 10 നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഒരിക്കലുമല്ല. അത് വെറും നിങ്ങൾക്ക് കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, IT ആണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രവേശനത്തിനുള്ള മാർക്ക് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ +2 വന്നു, പരീക്ഷ എഴുതി മാർക്ക് ലഭിക്കാൻ പോകുന്നു. ഇനി നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സ്, അത് പല പ്രൊഫഷണൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ MBBS തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നവരുണ്ടാവാം, അല്ലാതെ നോർമൽ ഡിഗ്രി എടുത്ത് പഠിക്കുന്നവരുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ പാഷൻ എന്താണ് അത് മനസ്സിലാക്കി ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോവുക. കിട്ടുന്ന സബ്ജക്റ്റ് മാക്സിമം പഠിക്കാതിരിക്കാൻ നോക്കുക. എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് തന്നെ പഠിച്ച് നല്ലൊരു കരിയർ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് BSc നേഴ്സിംഗ് എന്നൊരു കാര്യത്തിനെ കുറിച്ചാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നേഴ്സിങ്ങിനോട് താല്പര്യമുള്ള പല വിദ്യാർത്ഥികൾക്കും ആ ഒരു BSc നേഴ്സിംഗ് എന്നൊരു കോളേജുകളിലെ അഡ്മിഷൻ കിട്ടി ആ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കായിട്ട് നിങ്ങളുടെ BSc നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ സൈറ്റിൽ LBS സെൻറ്റർ എന്ന് പറയുന്ന സൈറ്റിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഓണാണ്. മെയ് 14 മുതൽ ജൂൺ 7 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ ആക്ടിവേറ്റ് ആക്കാൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥികളുണ്ടാവും, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ആ ഒരു ലാസ്റ്റ് ഡേറ്റിലേക്ക് കൊണ്ട് എത്തിക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു നേഴ്സിംഗ് അഡ്മിഷന് ആ ഒരു സൈറ്റിൽ പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി ഡേറ്റ് പറഞ്ഞു, മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് ഒരു സമയം വരുന്നത്. അതിൽ ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 800 രൂപയും SC ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് മാൻഡറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യണം. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻകം കുറവായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് നിങ്ങൾക്ക് റിസർവേഷനിൽ ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ അതിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് മാറി വന്നിട്ട് പല സിറ്റുവേഷൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൻലി ഇപ്പോഴേ ഒരു മെയ് 20 തന്നെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ആക്ടിവേറ്റ് ആക്കുവാൻ നോക്കുക. എല്ലാവിധ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ടെമ്പറലി ക്ലോസ്ഡ് എന്നൊരു സെക്ഷനിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ നിങ്ങൾ അത് കറക്റ്റ് അപ്ലോഡ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പ്രൊഫൈൽ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം BSc നേഴ്സിംഗിൽ കേരളത്തിൽ തന്നെ പല വിധത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളുണ്ട്. ആ കോളേജുകളിലേക്ക് അഡ്മിഷൻ നോക്കുന്ന പല വിദ്യാർത്ഥികളുമുണ്ട്. ഈ ഇടയ്ക്കൊക്കെ ചില വാർത്തകൾ വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BSc നേഴ്സിംഗിന് ഇപ്പോൾ എൻട്രൻസ് എക്സാം ഏർപ്പെടുത്തി. പക്ഷേ അങ്ങനെ ഒരു സംസാരം ഉണ്ടെങ്കിലും ഇതുവരേക്കും എൻട്രൻസ് എക്സാമിൻ്റെ ബേസിൽ ആ ഒരു BSc നേഴ്സിംഗ് പ്രവേശനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷവും അത് സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ +2 മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു നേഴ്സിംഗ് പ്രവേശനം വരുന്നത്. +2 നല്ല മാർക്ക്, എസ്പെഷ്യലി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ നല്ല മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു BSc നേഴ്സിംഗ് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച് ഈ ഒരു പാഷനുള്ള BSc നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സ് ആവാം എന്നൊരു ആഗ്രഹമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സൈറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് തന്നെ വയ്ക്കുക. ഫീസിൻ്റെ കാര്യം മറക്കണ്ട. ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 800 രൂപയും SC ST വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് കറക്റ്റ്, നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം, സൈൻ അപ്ലോഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾക്കിത് ഫോൺ വഴിയും നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിൽ പോയോ ഇത് ചെയ്യാൻ പറ്റും. മെയിൻലി നിങ്ങൾ ആ ഒരു ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത് പിന്നീട് വീണ്ടും നിങ്ങൾക്ക് തന്നെ പണിയായിട്ട് വരും. അപ്പോൾ സേഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ പോയി അവർ വഴി അത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ജൂൺ 7 വരെ മാത്രമാണ് നിങ്ങൾക്ക് സമയമുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അഡ്മിഷൻ പറ്റിയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ്സിനെ പറ്റിയുമുള്ള വിശദമായ വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഏവർക്കും ബൈ.